സ്വന്തമായ ഒരു വീട് വെക്കണം. ഇങ്ങനെ ഒരു സ്വപ്നം ഇല്ലാത്തവരുണ്ടോ? അതുപോലെ നമുക്ക് സ്വന്തമായിട്ടൊരു ബൈക്ക് വാങ്ങണം, ഒരു കാറ് വാങ്ങണം. ഇതെല്ലാം എല്ലാവരുടെയും സ്വപ്നമായിരിക്കും. പലരും ഈ സ്വപ്നം നേടാൻ ശ്രമിക്കുന്നത് ബാങ്ക് ലോൺ എടുത്തായിരിക്കും. പക്ഷേ ഇതിലൊരു പ്രശ്നമുണ്ട്. പലപ്പോഴും എടുത്ത പണത്തേക്കാൾ ഇരട്ടിയായിരിക്കും നമുക്ക് തിരിച്ചടക്കേണ്ടി വരുന്നത്. മലയാളികൾക്ക് പക്ഷേ വായ്പയോളമോ അതുക്കും മേലെയോ വിശ്വാസമുള്ള മറ്റൊരു ഫിനാൻഷ്യൽ ടൂൾ കൂടിയുണ്ട്, ചിട്ടി. ചിലർ അതിനെ കൊറി എന്നും വിളിക്കും. ചിട്ടി പിടിച്ച് വീട് വെക്കുന്നവരുടെയും വണ്ടി വാങ്ങുന്നവരുടെയും നാടാണല്ലോ നമ്മുടെ കേരളം. ഞാനൊന്ന് ചോദിക്കട്ടെ, ശരിക്കും എന്താണ് ഈ ചിട്ടി? ചിട്ടിയിൽ ചേർന്നാൽ പൈസയൊക്കെ പോകുമെന്ന പേടിയുണ്ടോ? ഓഹരി വിപണിയുടെയും മ്യൂച്വൽ ഫണ്ടിന്റെയും SIP-യുടെയൊക്കെ കാലത്ത് ചിട്ടിയിൽ പണമിട്ടാൽ ലാഭം കിട്ടുമോ? അത് ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം. സ്വാഗതം മനോരമ ഓൺലൈൻ കാഷ്വൽ ടോക്കിലേക്ക്. നിക്ഷേപമെന്നോ വായ്പയെന്നോ വിളിക്കാം, ഇത് രണ്ടുമാണ് ചിട്ടി. എന്നാൽ ശരിക്കും ഈ ചിട്ടി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? നിങ്ങളുടെ സഹപ്രവർത്തകരോ സുഹൃത്തുക്കളോ ആയ 10 പേരുണ്ടെന്ന് വിചാരിക്കുക. ഇവരിൽ നിന്ന് എല്ലാ മാസവും ഒരു നിശ്ചിത തുക, ഉദാഹരണത്തിന് 5000 രൂപ വീതം ഒരാൾ പിരിച്ചെടുക്കുന്നു. 10 പേരിൽ നിന്ന് മൊത്തം 50,000 രൂപ. ഇതിനെ സല എന്നാണ് വിളിക്കുന്നത്. എല്ലാ മാസവും ഈ 10 പേരിൽ ഒരാൾക്ക് ഈ പണം കൊടുക്കുന്നു. അങ്ങനെ എല്ലാവർക്കും ഈ തുക കിട്ടുന്നത് വരെ ഇത് തുടരും. ഇതാണ് സിമ്പിളായി പറഞ്ഞാൽ ചിട്ടി. ഏറ്റവും രസകരം എന്തെന്നാൽ ഈ ചിട്ടി ആർക്കാണ് കൊടുക്കേണ്ടത് എന്ന് തീരുമാനിക്കലാണ്. ഇതിന് 2 രീതികളുണ്ട്. ആദ്യത്തേത് നറുക്കെടുപ്പ് ചിട്ടി. ചിട്ടിയിൽ ചേർന്ന എല്ലാവരുടെയും പേരുകൾ എഴുതി അതൊരു ചെറിയ പെട്ടിയിലിടും. ഒരാളെ തിരഞ്ഞെടുക്കും. പണമെല്ലാം ഒരാൾ കളക്ട് ചെയ്ത് ചിട്ടി അടിച്ച ആളിന് കൊടുക്കും. ഇതാണ് നറുക്കെടുപ്പ് ചിട്ടി. രണ്ടാമത്തെ രീതിയാണ് ലേലം. ലേല ചിട്ടികളിലാണ് ശരിക്കുള്ള ചിട്ടിയുടെ ഗെയിം ഇരിക്കുന്നത്. ചിട്ടിപ്പണം ആർക്കാണ് കിട്ടുന്നതെന്ന് ലേലത്തിലൂടെയാണ് ഇവിടെ തീരുമാനിക്കുന്നത്. ഉദാഹരണത്തിന് നിങ്ങൾ 2 ലക്ഷം രൂപയുടെ ഒരു ചിട്ടിക്കാണ് ചേർന്നതെന്നിരിക്കട്ടെ. ഈ തുക ലേലം വിളിച്ചെടുക്കാവുന്ന സൗകര്യമാണ് ഇവിടെ ഒരുക്കുന്നത്. ലേലത്തിൽ പങ്കെടുക്കുന്നവർക്ക് ഒരു നിശ്ചിത തുക വരെ താഴ്ത്തി വിളിച്ച് ചിട്ടി പിടിക്കാം. ലേലത്തിൽ പങ്കെടുത്ത നിങ്ങൾ 1,80,000-വും മറ്റൊരാൾ 1,70,000-വും വിളിച്ചാൽ കുറഞ്ഞ തുക വിളിച്ച ആൾക്കായിരിക്കും ചിട്ടി കിട്ടുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ശരിക്കുള്ള ചിട്ടി തുക 2 ലക്ഷമായിരുന്നു. നിങ്ങളുടെ സുഹൃത്തിന് ലഭിച്ചത് 1.7 ലക്ഷവും ബാക്കി ഒരു 30,000 രൂപയുണ്ട്. ഇതെന്ത് ചെയ്യും? ഈ തുക ചിട്ടി നടത്തുന്നവരുടെ 5% കമ്മീഷൻ, അതായത് 10,000 രൂപയും കഴിച്ച് ബാക്കി 20,000 രൂപ ചിട്ടിയിൽ ചേർന്ന എല്ലാവർക്കുമായി തുല്യമായി വീതിക്കും. ഇതിനെയാണ് ചിട്ടിയിലെ കിഴിവ് എന്ന് വിളിക്കുന്നത്. ചില ചിട്ടികളിൽ നറുക്കെടുപ്പ് മാത്രമാണുള്ളത്. മൾട്ടി ഡിവിഷൻ ചിട്ടി പോലുള്ളവയിൽ നറുക്കെടുപ്പിനൊപ്പം ലേലവും ഉണ്ടാകും. ഇനി എങ്ങനെയാണ് ചിട്ടിയിലൂടെ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്നതെന്ന് കൂടി നോക്കാം. 2 ലക്ഷം രൂപ വിലയുള്ള നിങ്ങളുടെ ഡ്രീം ബൈക്ക് വാങ്ങുന്ന ഒരു സാഹചര്യം പരിശോധിക്കാൻ. ഇവിടെ നിങ്ങൾ വായ്പ എടുത്താണ് ഈ ബൈക്ക് വാങ്ങുന്നതെങ്കിൽ കുറഞ്ഞത് ഒരു 10% പലിശ നിരക്കിൽ പ്രതിമാസം നിങ്ങൾക്ക് വരുന്നത് ഒരു 6,500 രൂപ അടുപ്പിച്ചിട്ടുള്ള EMI ആണ്. 36 മാസത്തേക്ക് ഇത് തിരിച്ചടയ്ക്കുമ്പോൾ നിങ്ങളുടെ ലോൺ തുക 2,32,324 രൂപയായി വർദ്ധിച്ചിട്ടുണ്ടാകും. അതായത് 3 വർഷം കൊണ്ട് 35,000 രൂപയോളം അധികമായി തിരിച്ചടയ്ക്കണം. എന്നാൽ ചിട്ടി വഴി ഈ 35,000 രൂപ കൊടുക്കാതെ തന്നെ ബൈക്ക് സ്വന്തമാക്കാൻ പറ്റുമെന്നതാണ് യാഥാർത്ഥ്യം. 2 ലക്ഷം രൂപയുടെ 36 മാസ കാലാവധിയുള്ള ഒരു ചിട്ടിയിൽ നിങ്ങൾ ചേരുകയാണെങ്കിൽ പ്രതിമാസം അടവ് വരുന്നത് 5,500 രൂപ ആ റേഞ്ചിലാണ്. ഇനി ചിട്ടിക്കിഴിവായി കുറഞ്ഞതൊരു 10,000 രൂപ മൊത്തത്തിൽ ലഭിച്ചുവെന്നും ഇരിക്കട്ടെ. 5% കമ്മീഷനും കഴിഞ്ഞ് നിങ്ങൾക്ക് 36 മാസങ്ങൾ കൊണ്ട് തിരിച്ചടക്കേണ്ടി വരുന്നത് വെറും 1,80,000 രൂപ മാത്രമായിരിക്കും. നോക്കൂ, ഒരേ കാലാവധിയുള്ള 2 ഫിനാൻഷ്യൽ ടൂളുകളാണിത്. ബൈക്ക് വാങ്ങാനുള്ള ലോൺ എളുപ്പത്തിൽ കിട്ടും, പക്ഷേ തിരിച്ചടവ് കൂടുതലായിരിക്കും. ഇനി ചിട്ടിയാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് തന്നെ കിട്ടിയേക്കണമെന്നില്ല. അല്പം പ്ലാനിങ്ങിന്റെ ആവശ്യം ഇവിടെയുണ്ട്. ഇത്തരം ചിട്ടിയിൽ എങ്ങനെയാണ് ചേരുന്നതെന്ന് കൂടി ഞാൻ പറഞ്ഞു തരാം. നിലവിൽ KSFE അടക്കമുള്ള നിരവധി രജിസ്ട്രേഡ് ചിട്ടി കമ്പനികൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇവയുടെ വെബ്സൈറ്റിലോ ഓഫീസിലോ പോയാൽ നമുക്ക് എളുപ്പത്തിൽ ചിട്ടിയിൽ ചേരാവുന്നതാണ്. ഇനി ചോദ്യം നിങ്ങളോടാണ്. ശരിക്കും ഈ ചിട്ടി എന്നത് ഒരു നിക്ഷേപ മാർഗമാണോ, അതോ ഒരു വായ്പയാണോ, അല്ലെങ്കിൽ ഇതൊരു സമ്പാദ്യ രീതിയാണോ? ചിട്ടി ഇതെല്ലാമാണെന്നാണ് ഉത്തരം. ഏത് പ്രായത്തിലുള്ളവർക്കും എത്ര ശമ്പളക്കാരനായാലും എളുപ്പത്തിൽ തുടങ്ങാവുന്ന ഒരു സമ്പാദ്യവുമാണിത്. കുറച്ചധികം കാലത്തേക്ക് പ്ലാൻ ചെയ്താൽ പലിശയില്ലാതെ മികച്ച ലാഭത്തിൽ ലഭിക്കുന്നൊരു വായ്പ കൂടിയാണിത്. സർക്കാരും നിയമങ്ങളും ചിട്ടിയെ പരിഗണിക്കുന്നതും വായ്പയുടെ രൂപത്തിലാണ്. അതുകൊണ്ട് തന്നെ ചിട്ടി അടിക്കുന്ന പണത്തിന് ടാക്സ് നൽകേണ്ടതില്ല. പക്ഷേ ഈ ചിട്ടിപ്പണം എവിടെയെങ്കിലും കൊണ്ടുപോയി നിക്ഷേപിച്ച് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന് നികുതി കൊടുക്കേണ്ടി വരുമെന്ന് കൂടി ഓർക്കണം. SIP-യുടെയും മ്യൂച്വൽ ഫണ്ടുകളുടെയും കാലത്ത് നിങ്ങൾ ചിട്ടിയിൽ ചേരാൻ തയ്യാറാകുമോ? ഇനി ചിട്ടിയിൽ ചേർന്നവരാണെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ചിട്ടി പദ്ധതികൾ ഏതൊക്കെയാണ്? ആർക്കും പറഞ്ഞു കൊടുക്കാത്ത ആ ട്രിക്കുകൾ എന്തൊക്കെയാണ്? കമൻ്റായി പോരട്ടെ. സാമ്പത്തിക മേഖലയിലെ മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം.